ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി എല്ലാ ഫുട്ബോൾ മാച്ചുകളും ലൈവായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ കഴിയും. അതായത് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, ലാ ലീഗ തുടങ്ങിയ, അതുപോലെ തന്നെ ISL. ഓക്കെ, ഇനി 2026 വരാൻ പോകുന്ന വേൾഡ് കപ്പ് അടക്കി നിങ്ങൾക്ക് ഇനി ലൈവായിട്ട് വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ വെബ്സൈറ്റിനെ കുറിച്ച്, അതായത് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാൻ കിടിലൻ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാതെ മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊരു വെബ്സൈറ്റാണ്. അപ്പം അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ കാര്യങ്ങൾ ഓപ്പൺ ആക്കുക. ഗൂഗിളിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ പറയുന്ന പോലെ സെർച്ച് ചെയ്യുക. എപ്പിക് സ്പോർട്സ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സ്പോർട്സ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസ് വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ എപ്പിക് സ്പോർട്സ് മീന്ന് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇന്ന് ചുടയുള്ള ലൈവ് മാച്ചുകൾ ഏതൊക്കെയാണ്. അതായത് ലൈവായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മാച്ചുകൾ, അതായത് വലിയ വലിയ ക്ലബ്ബൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, അതുപോലെ തന്നെ ചെൽസി, മാൻ സിറ്റി, ഒക്കെ യുണൈറ്റഡ്, ആർസനൽ, അതുപോലെ തന്നെ ISL ഇമ്പോർട്ടൻ്റ്, എല്ലാ ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ 2026 വേൾഡ് കപ്പ് എല്ലാ മത്സരങ്ങൾക്കും ലൈവായിട്ട് അതിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പം ഈ ഒരു പേജിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരിക. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ലൈവായിട്ടുള്ള മാച്ചിന് ഇപ്പം 11:30 PM ഒരു ലൈവ് മാച്ച് വരുന്നുണ്ട് ഇന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ മാച്ച് ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജ് ഒന്ന് ലോഡാകും. ഓക്കെ, പേജ് ലോഡാവണമെന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പേജ് ഒന്ന് ലോഡായതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചൊന്ന് അടിക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ നമുക്ക് ലൈവ് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ലിങ്ക് 1 നിങ്ങളടുത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഏത് ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓരോ ലിങ്ക് ഓരോ ക്വാളിറ്റി അനുസരിച്ച്, അതായത് വീഡിയോയുടെ ക്ലാരിറ്റിക്ക് അനുസരിച്ചാണ്. നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റിയിലുള്ള അതിനനുസരിച്ച് നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് സൈറ്റിൻ്റെ പ്രശ്നമാണ്, എന്താ അറിയില്ല അതിലും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലോഡാവുന്നു. അപ്പോൾ ഡയറക്റ്റ് ലൈവ് കളി കാണാൻ കഴിയും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ഈ മാച്ച് കാര്യങ്ങൾ ലൈവ് അല്ലാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ പേജ് ലോഡാകാത്ത ഇഷ്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി ഏത് മാച്ചും ലൈവായിട്ട് കാണാം. അതായത് ISL ഇടയ്ക്ക് കാണാൻ കഴിയും. ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി, അതുപോലെ ഇമ്പോർട്ടൻ്റ് ടീമിൻ്റെ കളിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് ഇത് ഓരോ കളി എങ്ങനെ ബാഗ് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ബാക്ക് അടിച്ചു തരും. അപ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ സെർച്ച് ചെയ്തില്ല, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് നടിക്ക് നിൽക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും ISL ലൈവ് എന്നൊക്കെ, അതായത് ആർസനൽ ലൈവ്. ഇതിലൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്, അതായത് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ ലൈവായിട്ടുള്ള, അതായത് അന്ന് ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ അതിക്ക് നേരിട്ട് ലൈവായിട്ട് ലോഡാവും. ഓക്കെ, അപ്പോൾ ഈ ISL ലൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുണ്ടാവും ഇന്ന് ISL മാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്ത മാച്ച്. ഓക്കെ, ഇവിടെ മാച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെ ഇതാക്കാം. ഓക്കെ, അപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട്.